അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ മക്കളുടെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു. അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചു വരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ എല്ലാ രേഖകളെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ രേഖകളെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ
ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ കോടതി കേസുകളെ, നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലെ ആശ്വാസവും അയവും വരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും, നിന്റെ ഒപ്പ് കടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിന്മ വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ആലോചനകൾ, തീരുമാനങ്ങൾ, വിവാഹാലോചനകൾ, കോഴ്സിൻ്റെ തീരുമാനങ്ങൾ, ഏതൊരു രാജ്യത്ത് പോകണമെന്നുള്ള തീരുമാനങ്ങൾ, എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ, എന്തുടുക്കും, എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും എന്ന് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നു. അതെല്ലാം കർത്താവ് റെഫർ ചെയ്ത പോലെ നിൻ്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ വേദനകളുടെ മൂലകാരണങ്ങളും ആന്തരിക അവയവങ്ങളും ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്നെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ മക്കളിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, കച്ചവടക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാൻ നിന്നെ പ്രാപ്തമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. മഹത്വത്തിൻ്റെ വാതിൽ എന്ന് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? എല്ലാ അവസരങ്ങളും മഹത്വത്തിൻ്റെ വാതിലാണ്. നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാനായിലെ കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണത് എങ്ങനെയാണ്? അങ്ങനെ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം കാനായിൽ സംഭവിച്ചു. അതെല്ലാവരും കണ്ട് വിശ്വസിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത്. ചിലപ്പോൾ 1000 വാതിലുണ്ടാകാം, മഹത്വത്തിൻ്റെ വാതിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. ആ വാതിലിൽ മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയണത്. നമ്മൾ ഡിസൈൻമെൻറ്റ് പറയത്തില്ലേ? നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ വഴികളുണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്, അഭിവൃദ്ധിയുടെ വഴികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴികൾ, ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ടുള്ളത് കലവൂർ ടു എറണാകുളമാണ്. വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ചില സമയത്ത് എനിക്ക് കടലോരത്ത് എന്തെങ്കിലും, തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള റൂട്ടാണ്, സമയമെടുക്കും കുറച്ച്. പക്ഷേ എനിക്ക് അർത്തെങ്കിലും കണ്ണമാലിലും കയറാൻ പറ്റുമല്ലോ, പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് വേറെ വഴി എടുക്കാം, അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ വഴികൾ തന്നെയായിരിക്കും അത്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം കക്ഷിയാകണമെന്നില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് വേണം മഹത്വത്തിൻ്റെ, അതാണ് മഹത്വത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞു. മറിയം അതാണ് ചെയ്യണത്. ആ വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ യേശുവിനെ മാറ്റി നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാം, സോൾവ് ചെയ്യാം. പക്ഷെ യേശുവിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനാണ് മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റി പറയണത്. എന്തിനാണ് കാര്യം? അതിൻ്റെ അകത്ത് ദൈവം മഹത്വപ്പെടും. 1000 വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിലുണ്ടാകാം. പക്ഷെ മഹത്വത്തിൻ്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും. അത് തുറക്കാൻ ഇതിന് പാടുമായിരിക്കും. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ
എന്താ സംഭവിക്കണത്? ദൈവം മഹത്വപ്പെടും. യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുന്നത്. അതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാണ്? യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാണ്? മറിയമാണ്. ആ കനാലെ വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ്. അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റു വളർത്തിയതും പരിപക്വമായപ്പോൾ ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ്. അതുകൊണ്ടാണ് മറിയം നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത്. ഈ സബ്ജക്റ്റിന്റെ പേര് മറിയം മഹത്വത്തിന് മധ്യസ്ഥ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ നടുവട്ടത്തു നിന്ന് വരുന്നു. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. 2 വർഷമായിട്ട് അയർലൻഡിലാണ്. ഇപ്പോൾ നേഴ്സായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. സാധാരണ എല്ലാ നഴ്സുമാരെ പോലെ നാട്ടിൽ തന്നെ ഒത്തിരി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. OIT ആണ് എല്ലാവരും പഠിക്കുന്ന പോലെ ഞാൻ പഠിക്കും. 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. എക്സാം എഴുതാനുള്ള കോൺഫിഡൻസോ അങ്ങനെ ഇംഗ്ലീഷ് പറയാനോ എഴുതാനോ അങ്ങനെ പറയാനും കേട്ടെഴുതാനുള്ളതോ അങ്ങനെയുള്ളൊരു ഗ്രാസ്പിംഗ് പവറൊന്നും എനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി പഠിക്കും. പിന്നെ എക്സാം എഴുതൂല്ല, പൈസ കൊണ്ടുവന്ന് കളയും. പിന്നെ ആ മോഹങ്ങളെല്ലാം കളഞ്ഞ് ഔപചാരികമായിട്ട് കെയർ ഗീവറായിട്ട് അയർലൻഡിലേക്ക് പോകാനായിട്ട് പരിശുദ്ധമ്മ വഴി ദൈവം എനിക്കൊരു അവസരം നൽകി. അതിനുശേഷം അവിടെ ചെന്ന് നമ്മൾ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്താലും നേഴ്സാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും OIT അത് ഭയങ്കര വലിയ കടമ്പയാണെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് എല്ലാവരും എഴുതുകയല്ലേ, എങ്കിൽ ഞാനും ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ എക്സാമിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ എനിക്ക് പാസ്സാവണം, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്യുന്നറിയില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലാം. അതിന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അനുജത്തി വീട് പണിയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പോൾ കൃപാസനത്ത് വന്ന് അവൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവളുടെ വീട് പണിയെല്ലാം കഴിഞ്ഞത്. ആ ടൈമിൽ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഈ ടൈമിലാണ്. ഞാൻ പറഞ്ഞു, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, നീ കൃപാസനത്ത് പോയി എന്തിനാ ഉടമ്പടി എടുത്ത്, അതെല്ലാം ദൈവം സമയമാകുമ്പോൾ തരുമല്ലോ എന്ന്. അതെല്ലാം ഞാൻ മറന്ന് OIT എക്സാമിൻ്റെ ആ ടൈമിലാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ചും മാതാവിൽ മാധ്യസ്ഥം വഹിച്ചിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോവാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എന്നെയും കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യമല്ല എന്നറിഞ്ഞിട്ടും ഞാൻ പോയി എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അയർലൻഡ് സ്കോറിൽ ഞാൻ പാസ്സായി. അപ്പോൾ തന്നെ ഞാൻ ലീവിന് വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. തിരിച്ചുപോയി. അതിലും വലിയൊരു കടമ്പയാണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം. ഒത്തിരി പേർക്ക് അറിയാം, ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 14 സ്റ്റേഷനാണ്. അതിൽ 12 സ്റ്റേഷനും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 2 സ്റ്റേഷൻ ഞാൻ പാനിക്കായിപ്പോയി. എൻ്റെ അസസേഴ്സ് പറഞ്ഞു, യു ആർ ഗോയിങ് ടു പാനിക്, എക്സാം പിന്നീട് അതിൽ എഴുതാം, നിങ്ങൾ 10 മിനിറ്റ്സാണ് നമുക്കൊരു സ്റ്റേഷനുള്ളത്. പക്ഷേ എല്ലാ സ്റ്റേഷനിലും കയറുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ഓരോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇടുമായിരുന്നു. ഞാൻ എന്താണ് ആ 2 സ്റ്റേഷനിൽ പറഞ്ഞേന്നോ ചെയ്തേന്നോ എനിക്കിപ്പോഴും ഓർമ്മയില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിലും ആ എക്സാം പാസ്സായി. ആ എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി സാക്ഷ്യം ഞാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, ജോലി കിട്ടിയിട്ട് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ ഞാൻ തിരിച്ചുപോയി 1-2 എക്സാം ഇൻ്റർവ്യൂസ് പാസ്സായി. പക്ഷെ എല്ലാം പാനലിലാണ് കിടക്കുന്നത്. എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും അറിയില്ല.
ഇവിടുന്ന് പിന്നീട് ഞാൻ പിന്നെ ഞാൻ ജസ്റ്റ് ഒത്തിരി CV ഞാൻ അയച്ചു. പക്ഷെ ആരും വിളിക്കുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അതിൽ അവിടുത്തെ കുറച്ച് നിയമങ്ങളനുസരിച്ച് അങ്ങനെ എടുക്കാൻ പറ്റില്ല, പെർമിറ്റ് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ വിളിക്കുന്നത്. ഒത്തിരി ദൈവം അനുഗ്രഹിച്ച് ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഒരു ഇൻ്റർവ്യൂ വരികയാണ്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. അവിടെ പോയി ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. 10 മിനിറ്റ് എന്നുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു 3/4 മണിക്കൂറോളം ഇൻ്റർവ്യൂ. അവസാനം ഒരു പറഞ്ഞു, ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, കുഞ്ഞുമോളെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. പിന്നീട് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു നഴ്സിംഗ് ഹോമാണ്. അതും 35 സിസ്റ്റേഴ്സിനെ ആണ് അവിടെ റെസിഡൻസ് ആയിട്ടുള്ളത്. ദൈവം ഒത്തിരി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വിചാരിക്കാത്ത സാലറി, എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വഴി. എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ കഴിവല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്നെ ഇതുവരെ ദൈവം നടത്തി. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇനി വിസയ്ക്ക് വെക്കാമെന്ന്. വിസയ്ക്ക് വെച്ചു. ഞാൻ വിസയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി വിസയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക. അതും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞാൻ അത് സാധിക്കും, അത് വിസ അടിക്കുമെന്നും അവരെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുമെന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ സമയത്ത് വരാനാണ് ഞാൻ വിചാരിച്ചത്. അതിനു മുമ്പ് ഒരു മെഡിക്കൽ എമർജൻസി കാരണം ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് വരികയും എനിക്കൊരു സർജറി നടത്തുകയും ബയോപ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാവിലെ വെളുപ്പിന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാം മാതാവിൽ ഏൽപ്പിക്കുക, പരിശുദ്ധ അമ്മ എല്ലാം നോക്കിക്കോളും. പിന്നീട് ബയോപ്സി റിപ്പോർട്ട് വന്നു, എല്ലാം നെഗറ്റീവാണ്. എല്ലാം ദൈവത്തിന് ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയാനായിട്ട് പത്രം കൊണ്ടുപോയി, ഇംഗ്ലീഷ് പത്രം ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി. അവിടുത്തെ ഇംഗ്ലീഷ് മാസമാണ്, എല്ലാ ദിവസവും എനിക്ക് കൂടാൻ പറ്റും. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇപ്രാവശ്യം ഇന്ന് വന്നത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പത്രം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ അവിടേക്ക് കൊടുക്കും. പിന്നീട് എനിക്ക് എല്ലാ ദിവസവും ചില സമയങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ട് ചില സമയത്ത് മടി പിടിച്ച് കിടക്കും. ചില സമയങ്ങളിൽ കുർബാനയ്ക്ക് ഇന്ന് തണുപ്പല്ലേ പോകണ്ടെന്ന് വിചാരിക്കും. പക്ഷേ കറക്റ്റ് ഒരു 9:30-10 മണിക്കൊക്കെ അവിടെയൊക്കെ കുർബാനയ്ക്ക് പോയാൽ മതി. പക്ഷേ ഒരു 9:15 ആകുമ്പോഴേക്കും പെട്ടെന്ന് ചാടി എണീറ്റ് പള്ളിയിൽ പോകാനും കുമ്പസാരം നടത്താനും എല്ലാ ദിവസവും സാധിക്കും. പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നഴ്സിംഗ് ഹോമിൽ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റും. എന്നും അവിടെ കുർബാനയുണ്ട്. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എനിക്ക് ഞായറാഴ്ച ഡ്യൂട്ടി തരാതിരിക്കാൻ പരമാവധി അപ്പോഴെൻ്റെ അഡോൺ പറഞ്ഞത്, നീ ഞായറാഴ്ചയും ഡ്യൂട്ടിക്ക് വന്നു, നിനക്കിവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ടല്ലോ, കുർബാന കൂടാം, അവിടെ ആർക്ക് വേണമെങ്കിലും കുർബാന കൂടാം, ജോയിൻ അവിടെ സ്റ്റാഫിനായാലും എല്ലാവരും സിസ്റ്റേഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയുണ്ട്. അതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് മുടക്കം വന്നിട്ടില്ല, കുമ്പസാരയ്ക്ക് മുടക്കം വന്നിട്ടില്ല. എല്ലാം എന്നെ ദൈവത്തിലേക്ക്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറയുന്ന പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പിലൊടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രസധനശേഖരവും ഞാൻ നിനക്ക് തരുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവം അനുഗ്രഹിക്കുന്ന ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ ഈ ചെറിയ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ആത്മീയ ജീവിതം ചില സമയങ്ങളിൽ തകർന്നു പോയാലും എന്നെ ഉയർത്തി എഴുന്നേൽപ്പിക്കാനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, അതിലുപരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹം എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ കൺമുന്നിൽ കാണാം. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. 2-3 കാര്യങ്ങളെ എനിക്കിവിടെ പറയാൻ പറ്റും. പിന്നെ ഒത്തിരി ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് കോപിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. ഇപ്പോൾ അതൊക്കെ പരമാവധി ഒരു പകുതിയൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ദൈവം, എൻ്റെ പരിശുദ്ധ അമ്മ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നും പണ്ടൊക്കെ ബൈബിള് നമ്മളിപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കുക, നീ വായിക്കി, ഞാൻ വായിക്കി, കുട്ടികളോടായാലും നീ വായിക്കി. പക്ഷേ എന്നും ബൈബിൾ വായിക്കാനും ബൈബിൾ എഴുതാനും പുതിയ നിയമം എഴുതി കംപ്ലീറ്റ് ചെയ്യാനും പഴയ നിയമം എഴുതി തുടങ്ങി ഒരു ഭാഗം ആക്കി തീർക്കാനൊക്കെ പരിശുദ്ധ അമ്മയാണ് മാധ്യസ്ഥം വഴി എനിക്കിതെല്ലാം സാധിച്ചു. എൻ്റെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി.
ഞാൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്, ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത ദിവസമാണ്. ഞാൻ മാർച്ചിൽ 6-ാം തീയതിയാണ് 2025 ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ച് പോവാറാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ MSW 2023 കംപ്ലീറ്റ് ചെയ്തതാണ്. ആ സമയം തുടങ്ങി ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 2023 ഞാൻ MSW കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ ലാസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ടൈമിൽ ഞാൻ UK വേണ്ടിയിട്ട് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വന്ന ഓഫറായിരുന്നു അതൊരു വർക്ക് വിസ തന്നെയായിരുന്നു. ഞങ്ങളതിന് അപ്ലൈ ചെയ്തു. പക്ഷേ ഞങ്ങളതൊരു സ്കാമിൽ പെട്ട് ഞങ്ങളുടെ പൈസ എല്ലാം നഷ്ടമായി. അതുപോലെ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന സമയത്ത് എൻ്റെ കുറേ സമയവും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സംഭവത്തിലോട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കരമായിട്ട് വേദനിച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് പുറത്തേക്ക് വിദേശത്തേക്ക് പോവുക എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇനിയും ഒരു സ്കാമിൽ പെട്ടതിനാൽ ഇനിയും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് വേണ്ടി കയറി. ലാസ്റ്റ് ഒരു 10 മാസം മുൻപ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അതിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോത്സാഹനം തന്നത്. ഹസ്ബൻഡ് ഇതിന് മുമ്പ് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആൾക്കൊരു വർക്ക് വിസ വന്ന ആൾ പോർച്ചുഗലിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ ആളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനും ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരണ ഉണ്ടായത് എനിക്ക്. ഇവിടെ വന്ന് മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്നോടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി ജീവിതത്തിൽ തന്നെയായിരുന്നു, പ്രോപ്പറായിട്ട് ജീവിച്ചിരുന്നു. എങ്ങനെയാണ് ഉടമ്പടിയിൽ ജീവിക്കേണ്ടത് അതിലും എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ എക്സാംസ് അറ്റൻഡ് ചെയ്തു. എക്സാം എല്ലാവരും ഇവിടെ നിന്ന് സാക്ഷ്യം കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ഉപ്പിട്ടും എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഫെയിലായി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ അടുത്ത സ്റ്റെപ്പും ഫെയിലായി പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ. എന്നിട്ട് ഞാൻ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു. ജർമ്മൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 30-45 ദിവസമൊക്കെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ വർക്ക് വിസ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ലൂർദ് മാതാവുണ്ട്. നമ്മുടെ 13ാമത്തെ കൗണ്ടറിൽ ഇരിക്കുന്ന പോലെ തന്നെ ഒരു ലൂർദ് മാതാവ് എൻ്റെ വീട്ടിലുണ്ട്. ഞാനപ്പോൾ അതിനകത്ത് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി, എൻ്റെ മനസ്സിലിങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്ന് എഴുതാൻ ഒരു പ്രചോദനം എനിക്ക് തന്നു. അപ്പം ഞാൻ അതിൽ ഇങ്ങനെ എഴുതി, മാതാവേ എനിക്കൊരു വർക്ക് വിസ തരണം. ഇപ്പോൾ ജർമ്മനിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഞാനൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോവുക. പിന്നെയും ഒരു 3 years പഠിച്ച് പിന്നെ ഒരു ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമാവാണ്. ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെയെല്ലാം മനസ്സിൽ അത്ര പ്രഷറും എല്ലാം ഉണ്ട്, എനിക്ക് സ്ട്രെസ്സും എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ ഒരു പേപ്പറിൽ ഞാനിങ്ങനെ എഴുതി, എനിക്ക് വർക്ക് വിസ വേണം, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിരിക്കണം. ഞാൻ എൻ്റെ മെറിറ്റ് അവിടെ വെച്ചു. എനിക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മാതാവി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പറിൽ ആ മെസ്സേജ് എഴുതി മാതാവിന് മുമ്പിൽ വെച്ചു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എൻ്റെ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്നുള്ള രീതിയിലുള്ള മെസ്സേജസാണ് എപ്പോഴും എനിക്ക് ബൈബിൾ ത്രൂ കിട്ടാറ്. ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈശോയുടെ കൈയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. എപ്പോഴും ഈശോയുടെ ആണിപ്പടുത്തുള്ള കൈയും ആ കൈയേക്ക് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തുറക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. ഞാൻ എന്താണോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ആ നിമിഷത്തിൽ വിഷമിക്കുന്ന കാര്യം എന്താണോ എന്നുള്ളത് എനിക്ക് ആ ബൈബിൾ വചനത്തിലൂടെ എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ വർക്ക് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ജർമ്മൻ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് മൊത്തം മരിച്ചവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഫാദേഴ്സിന് വേണ്ടിയിട്ട്, വൈദികരാവുന്നവർക്ക് വേണ്ടിയിട്ട്, പുരോഹിതന്മാർക്ക്. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ കൊന്തകളും സമർപ്പിച്ചിരുന്നത്. ഞാൻ 4 കൊന്തയൊക്കെ വെച്ച് എത്തിച്ചിരുന്നു. ആ ടൈമിൽ
ഈസ്റ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചിരുന്ന് കൊന്ത കുരിശിൻ്റെ വഴി എല്ലാവരും ഞങ്ങൾ 3 മണി നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അതും കറക്റ്റ് 3 മണിക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കും. അങ്ങനെ ആ പ്രയാസമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2:30-2:45 ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഞങ്ങൾ 2023 ലാസ്റ്റ് 24 ഫസ്റ്റ് ജനുവരിയിലേക്ക് ഒരു ചേട്ടൻ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ MSW കഴിഞ്ഞ സമയത്ത് ആ ചേട്ടൻ അയർലൻഡിലേക്ക് നേഴ്സുമാരെ കൊണ്ടുപോകുന്ന ചേട്ടനായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു, സോഷ്യൽ വർക്കേഴ്സിന് ഇപ്പോൾ അവരെ എടുക്കുന്നില്ല, നേഴ്സുമാർക്ക് മാത്രമാണ് വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ CV അയച്ചു കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വിളിച്ചു അന്വേഷിച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ നിന്നും ആ ചേട്ടൻ്റെ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുതിയ ഫോണാണ്, 2 പേരുടെയും കോൺടാക്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു മാസം ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ആ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. ഒരു 2:30-2:45 സമയത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ലിനറ്റ് ഇപ്പോഴും അവിടെ നാട്ടിലുണ്ടോ? ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സിനുള്ള വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും അത്രമാത്രം ഹാപ്പി ആയിരുന്നു. കാരണം ഒരിക്കലും ഞങ്ങൾ എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല, എവിടെയും ഒരു CV പോലും ഞങ്ങൾ കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് അവർ കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ട് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്ക് 1-2-1 അങ്ങനത്തെ ഒരു ഡേറ്റ് കിട്ടുമായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഡിസംബറിലാണ് അപ്പം എനിക്ക് എൻ്റെ വിസ അടിച്ച് വന്നത്. അതാണ് ഈ 1-2 എന്നുള്ള ഡേറ്റ് എനിക്ക് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ സമയങ്ങളിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റാണ്ട് ഞാൻ കുറച്ച് 1.5-2 വർഷത്തോളമായി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ലൈഫിലില്ല. ആ സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും പല രീതിയിൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിലൊക്കെ കൂടിയാണ് എനിക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ പലപ്പോഴും ഈ ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവാത്തതും എല്ലാവരുടെ സൈഡിൽ നിന്നുള്ള സ്ട്രെസ്സും കാരണം ഞാൻ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ കരയും. അത് ഞാൻ ആഗ്രഹിച്ചിട്ട് കരയുന്നതല്ല, എൻ്റെ മനസ്സിലുള്ള പെയിൻ കാരണം ഞാൻ കരഞ്ഞു പോകുന്നതാണ്. ആ ടൈമിൽ അങ്ങനെ കരഞ്ഞ് ഞാൻ ഒരു ദിവസം കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ എനിക്ക് പലപ്പോഴായിട്ട് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ 2 ദിവസത്തിൽ തന്നെ എനിക്ക് കാവൽ മാലാഖമാരെയാണ് സ്വപ്നം കാണാൻ കഴിഞ്ഞത്. അതിന് ശേഷമുള്ള ദിവസം ഇങ്ങനെ ഞാൻ എന്നാണോ ബൈബിൾ തുറന്ന് കരഞ്ഞിട്ടുള്ളത് ആ ദിവസങ്ങളിലൊക്കെ ബൈബിൾ തുറന്നിരിക്കണ എൻ്റെ ബാക്കിൽ മാതാവ് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും സ്വപ്നത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മെയ് മാസം തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം എൻ്റെ ഫാമിലി ആരും നാട്ടിലില്ല. ഹസ്ബൻഡാണ് എനിക്ക് 2-3 മാസം ലീവിന് വന്ന സമയത്ത് കൂട്ടുണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ച് അതിനെ പറ്റിയൊരു കൺസേൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ആ ദിവസങ്ങളിൽ അച്ഛൻ മാതാവ് വഴി എനിക്ക് മെസ്സേജ് തന്നിരുന്നു, ഇങ്ങനെ ഹസ്ബൻഡ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ആത്മധൈര്യത്തോടെ ഇതിനെല്ലാം ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മെസ്സേജ് ആ ദിവസങ്ങളിലെ ഡെയിലി ബ്രെഡിൽ എനിക്ക് മാതാവ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ചർച്ചിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാ ദിവസവും സാക്ഷ്യം കാണാമായിരുന്നു. ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കാണുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ചർച്ചിൽ വരണ ഒരു ചേച്ചി സാക്ഷ്യം പറയണത് കണ്ടു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ആ സാക്ഷി എടുത്ത് കേൾക്കണേ. അപ്പോൾ ആ ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ്, ആ ചേച്ചി കുറച്ച് പേപ്പർ വർക്കിൻ്റെ ഡിലേ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വീട് സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വില്ലേജ് ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ പ്രസൻസ്, മാതാവ് ആളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ആൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ ചർച്ചിൽ പോയപ്പോൾ ഈ സെയിം ചേച്ചിനെ തന്നെ ഞാൻ കണ്ടു, ഈ ചേച്ചീനെയും ചേട്ടനെയും. അപ്പോൾ ഞാൻ അവരോട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് പോയത്. ഞാൻ ഇന്നലെ സാക്ഷ്യം കണ്ടിരുന്നു, മാതാവ് പ്രത്യക്ഷപ്പെട്ടില്ല, അമ്മേനെ കണ്ട ആളാണല്ലേ, അങ്ങനെയാണ് എൻ്റെ വായിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പേടിക്കേണ്ട നീ. അപ്പം ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു പേടിക്കേണ്ട. എൻ്റെ മേത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം നീ ചൊല്ലണം എന്ന് പറഞ്ഞു.
തിരിച്ച് ഞാൻ ഹോസ്റ്റലിലെത്തി. ഞാൻ 5:30 എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തിരികെ എത്തിക്കാൻ ആ ടൈമിൽ പറ്റില്ല, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട്. ഞാനപ്പോൾ 7:30 കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡെയിലി ബ്രെഡും തിരികെ എത്തിച്ചിട്ട് രണ്ടാമത് ചൊല്ലും. അപ്പോൾ ചൊല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ചെയറും അതുപോലെ തന്നെ ഫുഡിങ് ടേബിളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഇത്രയും ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ചുമര് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഡെയിലി നിന്ന് പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലത്ത് തന്നെയാണ്. അന്നത്തെ ദിവസം ആ ചേച്ചിനെ കണ്ട് ആ ചേച്ചിയുടെ ബ്ലെസ്സിങ്ങും കിട്ടി. എന്നോട് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, വിശ്വാസ പ്രമാണം നീ ചൊല്ലണം, അത് നീ മുടക്കരുത്. അങ്ങനെ ചൊല്ലി അന്ന് ഞാൻ ലൈറ്റ് കത്തിച്ച് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് മാതാവിൻ്റെ രൂപം ഞാനിപ്പോൾ ഫോട്ടോ സിസ്റ്ററിനെല്ലാം കാണിച്ചിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച ആനന്ദം എനിക്ക് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സന്തോഷം എന്നല്ല സന്തോഷം. അന്ന് മാതാവിനെ കണ്ടതോടുകൂടി എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് കുർബാന ഉയർത്തുന്ന സമയത്തും തിരുരക്തം ഉയർത്തുന്ന സമയത്തും എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം എനിക്ക് കുർബാനയിൽ സുഗന്ധാഭിഷേകം ലഭിച്ചിരുന്നു. ഞാൻ ഈ ഫോട്ടോ എൻ്റെ റിലേറ്റീവ്സിൻ്റെയും ഫാമിലിയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു, ഒത്തിരി അല്ല ഫാമിലി. അപ്പം എന്നോട് ഫേക്കാണോ ഇതെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്. ഇത് ഫേക്കാണെന്ന് പറഞ്ഞവർക്കുള്ള ഒരു ഉത്തരമാണ് എൻ്റെ ഈ സാക്ഷ്യം. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ സെലക്റ്റഡായി. രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിന് ശേഷം രണ്ടാമത്തെ ഇൻ്റർവ്യൂ 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്കുണ്ടായത്. ആ സമയത്ത് എല്ലാ ദിവസവും ഞാൻ 1 നേരം ഉപവസിച്ചിരുന്നു. എന്നെ മാംസവർജനം നടത്തിയിരുന്നു. ഫിഷൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടന്നു. അതിൻ്റെ റിസൾട്ട് വരുന്നത് ആഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസത്തിൻ്റെ അന്നാണ്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതും കിട്ടിയതും മാതാവിൻ്റെ ദിവസങ്ങളിലാണ്. അതിനുശേഷം ഞാനിവിടെ റാലിക്ക് വന്ന് പങ്കെടുത്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പാസ്സായി. പെർമിറ്റ് വന്നതിലും ഈ പറഞ്ഞോണം തടസ്സം തന്നെയായിരുന്നു എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിലും. വന്ന പെർമിറ്റിൽ ലൊക്കേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുൻപേ ഞാനാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ക്ലിയർ ആയത്. ബാക്കി കമ്പാരിറ്റീവ് എല്ലാവരും പിന്നീടാണ് ഇൻ്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ആക്കി വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പേപ്പർ വെച്ച എൻ്റെ പെർമിറ്റ് ലേറ്റായി. അതിൽ ഒരു ലൊക്കേഷനിൽ ചേഞ്ചും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ജമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പെർമിറ്റ് ശരിയാക്കി തരണം എന്നുള്ളത്. ഞാൻ അത്ര എഫേർട്ട് ഇട്ട് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 31 എനിക്ക് എൻ്റെ പെർമിറ്റ് കറക്റ്റാക്കി മാതാവ് എനിക്ക് തന്നു. അന്ന് തന്നെ ഞാൻ VFSൽ ഡേറ്റ് എടുത്തു. നവംബർ 3 ഞാൻ വിസയ്ക്ക് സബ്മിഷൻ കഴിഞ്ഞു. ഇവിടെ ഡിസംബർ 7 മാതാവിനെ തൊട്ട് മുത്താനുള്ള അവസരത്തിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ വിസ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഡിസംബർ 8 എൻ്റെ ബർത്ത്ഡേ ആണ്. അമലോത്ഭവ മാതാവിൻ്റെ ദിവസമാണ് എൻ്റെ ജനിച്ചത്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്കും പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 9 എൻ്റെ വിസ അടിച്ചു. ഡിസംബർ 10 എൻ്റെ കയ്യിൽ എൻ്റെ വിസ കിട്ടി. ഈ ജനുവരി 8 ഞാൻ അയർലൻഡിലേക്ക് പോവാണ്. മാതാവാണ് എനിക്ക് വഴി തുറന്നു തന്നത്. ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉടമ്പടി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ ഒട്ടും പ്രാർത്ഥിക്കാത്തൊരു കുട്ടിയായിരുന്നു. എൻ്റെ ഫാമിലി ഭയങ്കര പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആൾക്കാരാണ്. ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിൽ പോലും പൂർണ്ണ പങ്കാളിത്തം ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെയാണ് ഈ കൃപാസനം എന്നുള്ള സ്ഥലം ഇത്രത്തോളം വളർത്തിയത്. ഉടമ്പടിക്ക് ശേഷമാണ് നിത്യജീവിതത്തിനെ പറ്റിയുള്ള ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇപ്പം എൻ്റെ പ്രാർത്ഥന മൊത്തം എനിക്കൊരു സക്സസ്ഫുൾ വുമൺ ആവണം എന്നല്ല, എനിക്ക് ഈശോയുടെ അടുത്തെത്തണം, ഈശോയുടെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടി ലക്ഷ്യം. എല്ലാവരും ഉടമ്പടി എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു നിൻ്റെ കാര്യം സാധിച്ചോ എന്നാണ്. എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്ക് എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് എൻ്റെ ഈശോയും എൻ്റെ മാതാവിനെയോ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അത് ഈ കൃപാസനം വഴി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും പറ്റുന്ന മാസങ്ങളിലെ എല്ലാ ആഴ്ചകളിലും
ഞാൻ ഡയാലിസിസ് പേഷ്യൻസിനെ പോയി കാണാറുണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. ഓഫണേജസിൽ പോകാറുണ്ട്. അവിടുത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാരുടെ അടുത്തും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. തിരിച്ചു വന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ സാമ്പത്തിക സഹായമാണ് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാ സ്ഥലത്തും, ഇപ്പം എൻ്റെ ഏജിലുള്ളവർ എന്നെ കളിയാക്കാറുണ്ട്. യൂത്തിലുള്ള പിള്ളേരെല്ലാവരും കളിയാക്കും, ചേച്ചിക്ക് നാണാവില്ലേ കൃപാസനത്തിൽ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പത്രം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലപ്പോഴും പല ട്രോളും കേട്ടിട്ട് യൂത്തിലെ പിള്ളേർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരമാണ് എനിക്ക് ഈ സാക്ഷ്യം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞ പോലെ കവലകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കാറുണ്ട്, പള്ളികളിൽ കൊടുക്കാറുണ്ട്. എനിക്ക് പരിചയമില്ലാത്ത എല്ലാവരോടും സംസാരിച്ച് എൻ്റെ ഈ കിട്ടിയ അനുഗ്രഹം പോലും പറഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വിസയുടെ കാര്യം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ അൾത്താരയിലാണ്. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും മദറിൻലോയ്ക്കും ഹസ്ബൻഡിനും മാത്രമേ എൻ്റെ ഈ കാര്യം അറിയത്തുള്ളൂ. എൻ്റെ ചേച്ചിയോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരാളോട് പറയുള്ളൂ എന്ന് അമ്മോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എന്തെങ്കിലും ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. അത് ആ ലേറ്റ് ആവുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം തരാൻ വേണ്ടി മാത്രമാണ്. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും. ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 20, 2025 ഞങ്ങൾ പുത്തൻകുരിശ് വേളൂർ ഇടവക അംഗങ്ങളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ മിഡോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പനി അതിതീവ്രമായിട്ടുള്ള പനിയും തലവേദനയും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രൈം അനാലിസിസിൽ ക്ലിനിക്കിൽ പോയി പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡെങ്കു ആയിരിക്കും, നമുക്കൊന്നുകൂടി റീടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഡെങ്കു എല്ലാം നെഗറ്റീവായിരുന്നു. പനിയാണെങ്കിൽ കുറയുന്നും ഉണ്ടായിരുന്നില്ല. സോ അവൻ നാട്ടിലേക്ക് എത്തി. ഞങ്ങൾ രാജഗിരിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പനി എന്ന് പറയുന്നത് 104 തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ 100 പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 104 അങ്ങനെ ഞങ്ങളവിടെ ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഫീവർ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ ഡെങ്കു, ടൈഫോയിഡ് അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നെഗറ്റീവാണ്. ഡെയിലി ബ്ലഡ് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, എല്ലാം നെഗറ്റീവ്. ഞങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് ഇതുവരെ അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവർ ഒന്നുമില്ലാഞ്ഞിട്ട് അവർ ലാസ്റ്റ് പെറ്റ് സ്കാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു പനിയായിട്ട് വന്ന ഒരാൾ പെറ്റ് സ്കാനിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് ഈ കൃപാസനത്തിനെ പറ്റി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പ്രകാരം എനിക്ക് അറിയുന്നതുമായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മനസ്സിൽ, ഇവന് പെറ്റ് സ്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് പെറ്റ് സ്കാനിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്ന ഇത് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവരപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബോൺ മാരോ ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി ഫൈനൽ ചെയ്തു, ഇതൊരു HLH എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒട്ടും അവെയർ അല്ല. ഇവർ പറഞ്ഞത് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ചെറിയ ഗ്രാജുവലി കൊടുക്കുന്നതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കത് ഉറപ്പില്ല, അതിൽ മാറുന്നൊന്നും ഉറപ്പില്ല, ചിലപ്പോൾ നമുക്കതൊരു ഇൻഫെക്ഷൻ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. കാരണം നമുക്ക് സ്റ്റിറോയിഡ് കൊടുത്തിട്ടും മാറില്ലെങ്കിൽ നമുക്കതൊരു ഉറപ്പായിട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് ആകെപ്പാടെ നമ്മുടെ ഒരു ഫെറിറ്റിൻ എന്ന് പറഞ്ഞ ലെവലുണ്ട്. അത് അവൻ്റെ ഗ്രാജുവലി 250 ലെവൽ വരേണ്ടത് അത് 3000 എബോ ആണ് ഇവന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് HLH എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വെല്ലൂരിക്ക് നമ്മൾ പോകാൻ റെഡിയായി. നമുക്ക് അന്നേ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷെ എനിക്കിവിടെ വന്നേ പറ്റൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു.
ഞാൻ അന്നേ ദിവസം ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ കൂടെ ഞങ്ങൾ ഒരു 3 മണി 4 മണിക്ക് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഇവിടെ ഒരു 5 മണി ആ റേഞ്ചിൽ വൈകുന്നേരത്തിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതെല്ലാം മാറുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ അതെല്ലാം വിചാരിച്ചു. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അതുവരെ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു, എന്താ ചെയ്യേണ്ടത് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്നേ ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്, ഡിസംബർ 7 അവൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി. എല്ലാവരും എന്നോട് ചോദിച്ചു നിനക്ക് എവിടെ നിന്ന് ഈ കോൺഫിഡൻസ് വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓൺ ദ വേയിൽ അതായത് ഇവിടെ നിന്ന് വെല്ലൂർ വരെ 10 hours ട്രാവൽ ചെയ്തും കാറിലാണ് ഇവനെ കൊണ്ട് പോകുന്നത്. ഇവൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടായിരുന്നു തോന്നിയത്. പക്ഷെ ഞാൻ ഓൺ ദ വേയിൽ ആലുവയിൽ നിന്ന് കയറി, എന്നിട്ട് ഞങ്ങൾ വെല്ലൂർ വരെ ട്രാവൽ ചെയ്തു. പക്ഷേ ആ വെല്ലൂർ പോയത് മീൻസ് ആ ഒരു ടൈം മുതൽ അവൻ്റെ ഫീവറിൻ്റെ എപ്പിസോഡ്സ് കുറയാൻ തുടങ്ങി. ഇനി അല്ല, ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ നമ്മൾ വെല്ലൂരിലേക്ക് എത്തി. വെല്ലൂരിൽ എത്തുന്ന ഇപ്പോൾ നമ്മൾ രാജഗിരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ്റെ ലെവൽ ഓൾമോസ്റ്റ് 3000 എബോവാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ രാജഗിരിയിൽ എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 1500 ആണ്. അതിൻ്റെ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ ലെവൽ നേരെ 3000 ആയി. അപ്പോൾ അങ്ങനെയാണ് രാജഗിരി കൺഫേം ചെയ്തത് HLH എന്ന്. കാരണം HLHൻ്റെ ഇതാണ് ലൈക്ക് ഓരോ ദിവസവും ഫെറിറ്റിൻ ലെവൽ നേരെ ഡബിൾ ആവും എന്നുള്ളത്. അപ്പോൾ ഇൻഫെക്ഷൻ അങ്ങനെയാണ്, അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അവർ നേരെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ഡോക്ടർ അങ്ങനെയുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതും ഈ പറഞ്ഞ പോലെ ലൈക്ക് മാറുമെന്നുള്ള ഉറപ്പില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വെല്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നു വെല്ലൂരിൽ ഇവിടെ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ദ വേയിലാണ് നമ്മളായിട്ട് ജോയിൻ ചെയ്തത്. കാരണം നമ്മളവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൺ ദ വേയിൽ അവൾ ജോയിൻ ചെയ്തു. നമ്മൾ വെല്ലൂരിലെത്തി വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ എൻ്റെ ഇത് 1500 ലൈക്ക് 1500 മാറുകയാണ് ചെയ്തത്. ഇവളിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തേന്, ഉപ്പ്, പിന്നെ തൈലം എന്നെ തേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് മാത്രമല്ലാതെ വേറെ മെഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ രാജഗിരി ടു വെല്ലൂർ ചെയ്തപ്പോൾ ഒന്നും തന്നില്ല. അപ്പോൾ ആ 10 hours ട്രാവലിനുള്ളിൽ പിന്നെ ഞാൻ വെല്ലൂർ ചെന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി നോക്കിയപ്പോൾ അന്നേരം എൻ്റെ ഫെറിറ്റിൻ ലെവൽ 1500 ആണ്. അപ്പോൾ വെല്ലൂരിൽ നിന്ന് വെച്ച് തന്നെ അവർ ഈ HLH എന്ന് പറയുന്ന രോഗം ലൈക്ക് അത് അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലഡ് ഇൻഫെക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ വെല്ലൂർ വെച്ചിട്ട് വേറെ മെഡിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ബട്ട് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പനിയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എനിക്കൊരു 2 hours ലൈക്ക് രാജഗിരിയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തന്നെ 2 hours ആണ്. 2 hoursനുള്ളിൽ എൻ്റെ പനി കുറഞ്ഞാലും 2 hours കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ 104 എൻ്റെ പനി വീണ്ടും വരും. പക്ഷേ വെല്ലൂരിലെത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഗ്യാപ്പ് കൂടി ലൈക്ക് 8 hours ആയി ആദ്യം. പിന്നെ അത് കുറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ഡിസംബർ 7 കൂടി എൻ്റെ പനി കംപ്ലീറ്റ്ലി മാറി. അവന് പനി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന തേനും ഉപ്പൊക്കെ ഞാൻ എന്നോന് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം പറയാനുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്നായിരുന്നു, മീൻസ് ഒരുമിച്ച് ഒരേ ലൊക്കേഷനിൽ നിൽക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരേ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇവൻ ഈ അസുഖം വരുന്നതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്ര പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഒരു 100 ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര ചെയ്തിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് 2 ഇൻ്റർവ്യൂസ് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡും ആയിരുന്നില്ല. കാരണം ഞാൻ ഇത്രയും മെൻ്റലി എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആകെപ്പാടെ ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ ഒരു കോഡ് മാത്രമേ അറിയുള്ളൂ, എനിക്കിത് വന്നാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ അറിയുന്ന ആ ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് വന്നത്. അതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആ ക്വസ്റ്റ്യനും ഞാൻ ഇങ്ങനെയൊന്നും സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റി. അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു എന്നെപ്പറ്റി.
അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഇഷ്ടമുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒറ്റ റൗണ്ടിൽ തന്നെ എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്പീഡി ആയിട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടി. എല്ലാം കൊണ്ടും ഞാൻ അപ്പോൾ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുള്ളെങ്കിലും ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുന്നതോ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ലൈഫിലില്ല. ഞങ്ങൾ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാറില്ല. ഞങ്ങൾ വളരെ അതായത് ഒരു 2 വട്ടമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് എല്ലാ സൺഡേസും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ എണീറ്റ് പോവും. പക്ഷെ ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വന്നോടെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഡൊണേഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഷോർട്ട് സ്പാനാണ്, അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ ഇത്ര എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഇനിയും ചെയ്യും. പിന്നെ ഇത്രയും തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 36ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് വന്ന ടിജി ജസ്റ്റോയുടെയും കുടുംബത്തിൻ്റെയും വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ടിജി ജസ്റ്റോ. ഒരിക്കൽ കൂടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷികളായി ഞങ്ങൾ കൃപാസനത്താൽ ഉയർത്തതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. 2 കുടുംബമായിട്ടാണ് അവർ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. 2022 ജനുവരി മാസമാണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. 3.5 വർഷമായി ഉടമ്പടി എടുത്തല്ല, ഉടമ്പടി പാലിച്ച് ഉടമ്പടി ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന ഒരു മരിയൻ മിഷണറി എന്നാണ് ഈ മകള് സ്വയമായി നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഈ ടിജി ജസ്റ്റോയുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് വലിയൊരു ദൈവിക ഇടപെടലിൻ്റെ അനുഭവത്തോട് കൂടിയിട്ടാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അവർ 2 പേരും ഡെഫ് ആൻഡ് ഡംബ് ആണ്. അവർ ഞങ്ങളുടെ ഒപ്പം ഉടമ്പടി എടുത്തവരാണ്. അവർക്ക് 7 വർഷങ്ങൾക്ക് ശേഷം മരിയൻ ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ പ്രകടമായ മരിയൻ അടയാളത്തോടു കൂടിയിട്ട് ഒക്ടോബർ മാസം ഈ മകള് പ്രഗ്നൻ്റ് ആവുകയും യാതൊരു വൈകല്യവും ഇല്ലാത്ത ഒരു മകളെ മെയ് മാസം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മാതാവിൻ്റെ മാസമാണ് ഈ മകൾ അനുഗ്രഹിക്കപ്പെടുന്നതും ഒപ്പം തന്നെ മെയ് മാസമാണ് ഈ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അതൊരു പ്രകടമായിട്ടുള്ള ഒരു ദൈവിക ശക്തി ഈ മകളുടെ ബോഡിയിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവം ഒക്ടോബർ മാസം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. തുടർന്ന് ടിജി പറയുന്നുണ്ട്. ഇനി 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാനഡ PR കിട്ടിയതാണ്. ഞങ്ങൾ ഇവിടുന്ന് സ്റ്റഡി വിസയിലാണ് കാനഡയിലോട്ട് പോയത്. ഇപ്പോൾ കാനഡയിലുള്ളവർക്ക് അറിയാം PR കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കാനഡയിലുള്ള എല്ലാവർക്കും അറിയാം. പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, കൺട്രി വിട്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ 4-5 വർഷം ഒക്കെ പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ ചെന്നത് ഹെവി വിൻ്ററിലാണ്. പിറ്റേ മാസം തന്നെ ഒരു PR സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനിയിൽ അദ്ദേഹത്തിന് ഒരു ടയർ റിപ്പയറിംഗ് കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു സർവൈവൽ ജോലിയോ ഒരു റെസ്റ്റോറൻറ്റ് ജോലിയോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹം ഒരു മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു. അവിടെയും ഒരു ടയർ റിപ്പയറിംഗ് മെക്കാനിക്കൽ ഫീൽഡിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. അത് PR സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. പിന്നെ മാതാവിൻ്റെ നേരിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ PR ലഭിക്കുന്നത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കാനഡയിൽ PR ലഭിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഇവർ അതിജീവിക്കുമ്പോഴും പരിശുദ്ധ അമ്മ തൻ്റെ സ്വന്തം ദൈവ പൈതൽ എന്നുള്ള ആ ഒരു സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ കുടുംബത്തെ സന്ധിച്ച് തക്ക സമയത്ത് സാക്ഷ്യപീഠത്തിൽ ഉയർത്തിയ വലിയൊരു അനുഭവവും ഈ മകള് പറയുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ മകള് ഇവിടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മരിയൻ ഉടമ്പടി എടുക്കാൻ ഈ കൃപാസനത്തിലോട്ട് കാലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടി വെറുതെ പേരിനെടുക്കുന്നതാണോ അതോ ഉടമ്പടി ജീവിക്കാനാണോ
ഇതെടുക്കുന്നത് എന്ന് ദൈവപിതാവിന് അറിയാം. ഈ മകള് സ്വയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ആളല്ല, ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഈ മകള് ഉടമ്പടിയിൽ ഇങ്ങനെ പറന്നു വെട്ടി കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെന്ന് ദൈവപിതാവിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് കൈ തുറന്നാണ് ഈ മകളെ ഓരോ ഘട്ടങ്ങളിലും ദൈവപിതാവ് അനുഗ്രഹിച്ച് തക്ക സമയത്ത് സാക്ഷിയായി ഉയർത്തുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതൊന്നുമല്ല. നമ്മുടെ എപ്പിസോഡിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒന്നില്ലെങ്കിൽ ഒരു ആന്തരികമായ ബോധ്യങ്ങൾ, വലിയ വചനബോധ്യങ്ങൾ ലഭിച്ച സാക്ഷ്യമായിരിക്കും. അതുമല്ലെങ്കിൽ ദൈവപിതാവ് നേരിട്ട് സന്ദേശം കൊടുത്ത ഒരു സാക്ഷ്യമായിരിക്കും. അതുമല്ലെങ്കിൽ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശവുമായി ബന്ധപ്പെട്ട സാക്ഷ്യമായിരിക്കും ഞാൻ മിക്കവാറും വിശകലനത്തിലെടുത്തിരിക്കും. ഇത് ഞാൻ സാക്ഷ്യ വചന വിശകലനത്തിലെടുക്കാൻ കാരണം ഈ മകളുടെ കൃപ നിറഞ്ഞ ഒരു ജീവിതമാണ്. 1 കൊരിന്തോസ് 15:10 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് എല്ലാവരേക്കാളും കൂടുതലായി ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ പണ്ട് നിങ്ങൾ ഇവിടെ മരിയൻ തപസ് ധ്യാനം കൂടിയിരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഒരു 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വചനം ഇതാണ്. അതായത്, നിങ്ങൾ അധ്വാനിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തുസുകാരിലെ സഭയ്ക്ക് എഴുതിയ ഒരു ശക്തമായ വചനമാണ്. കൃപ എപ്പോഴും അത് ദൈവവേലയ്ക്കുള്ളതാണ്, അധ്വാനിക്കാനുള്ളതാണ്. അതിൻ്റെ ഒരു നേർ ഉദാഹരണമാണ് ഈ ഒരു സാക്ഷ്യം. ഈ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിട്ടും താഴെ പിൻ ചെയ്തിരുന്ന സാക്ഷ്യം ഉറപ്പായിട്ടും 2-3 തവണ ആവർത്തി നിങ്ങൾ കേൾക്കണം. തീർച്ചയായിട്ടും നിങ്ങളിലും വലിയ ദൈവസ്നേഹം രൂപപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വലിയ മരിയൻ പ്രേക്ഷിതരായി ഈ ഒരു സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് വളരാൻ പറ്റും. കാരണം അത്രമാത്രം തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് ഈ മകൾ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ എപ്പോഴും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുള്ളത് പോലെ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എന്നുള്ളത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. ഈ ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് വെളിവാക്കുന്ന 2 വലിയ ദൈവിക ഇടപെടലുകളും. എന്താണ് ഈ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എന്നുള്ളത്? ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണിത്. ഈ മകള് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് എല്ലാ മാസവും 5 കെട്ട് ഇംഗ്ലീഷ് പത്രം കാനഡയിലേക്ക് വരുത്തിക്കും. അവിടെ -30 ഒക്കെയാണ് ടെമ്പറേച്ചർ. എന്നിരുന്നാൽ പോലും ഈ മകൾ പറയുന്നുണ്ട്, പള്ളികളിൽ വരുന്നവർ അവർ ഈശോയെ അറിയാവുന്നവരാണ്, വിശ്വാസ തീഷ്ണതയാൽ ജ്വലിക്കുന്നവരാണ്, അവർ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുന്നവർക്ക് ഞാൻ അങ്ങനെ കൃപാസനം പത്രം കൊടുക്കാറില്ല. ഇവർ തേടിപ്പിടിച്ച് സ്ട്രീറ്റിലെല്ലാം പോയി ഈശോയെ അറിയാത്ത വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ചെയ്തതുപോലെ വിജാതിയർക്ക്, അതായത് ഇതുവരെ ഈ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചോ ദൈവസ്നേഹത്തെക്കുറിച്ചോ അറിയാത്ത വ്യക്തികൾക്കാണ് ഇവിടെ നിന്ന് കാനഡയിലോട്ട് വരുത്തിക്കുന്ന ഈ 5 കെട്ട് പത്രവും ഓരോ ആഴ്ച കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവുമാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു കാര്യവും കൂടി ഈ മകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് മത്തായി 5:47 തിരുവചനമാണ്. വിശേഷ വിധിയായി ചെയ്യുന്നത്, ഞാൻ ഈ ഓരോ പത്രം എടുക്കുമ്പോഴും അതിൽ കൃപാസനം ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാവുന്ന പോലെ വേറൊരു ദേശത്ത് ചെല്ലുമ്പോൾ ഒരുപാട് മക്കളാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു മരിയൻ സമാശ്വാസം ലഭിക്കുവാൻ ഒരു മരിയൻ മിഷണറി എന്ന നിലയിൽ ഈ മകളുടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസും ഈ പത്രത്തിൽ എഴുതും. അപ്പോൾ ഈ പത്രം ലഭിക്കുന്ന ആൾക്കാർ ഈ പത്രം വായിക്കുക മാത്രമല്ല, ഈ മകളെ വിളിച്ച് ഈ കൃപാസനത്തെ പറ്റി അന്വേഷിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനെ ഒരു മരിയൻ ഇടപെടലിൻ്റെ ഒരു സന്നിധാനമുണ്ട് എന്നുള്ള ആ ഒരു വിവരം ഈ ദുരിതം അനുഭവിക്കുന്ന മക്കൾക്ക് ഈ മകൾ പാസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഈ മകൾ പറയുന്നുണ്ട്, ഇങ്ങനെ സ്ട്രീറ്റിലൂടെയൊക്കെ ഞാൻ നടന്നു കൊടുക്കുമ്പോൾ ചിലവരിത് കളയും, ചിലവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ കനഡിയൻസ് അത് ചെയ്യാറില്ല, അവർ വേണമെങ്കിൽ വേണമെന്ന് പറയും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. പക്ഷെ ബാക്കിയുള്ളവർ അത് മേടിച്ചിട്ട് കളയാറുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ പത്രം കൊടുത്തിട്ട് പോവില്ല, ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യും.
ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത്. കുറേ നേരം ഞാൻ അവിടെ നിൽക്കും, അവരെ വാച്ച് ചെയ്ത് അവസാനം അവർ പോയി കഴിയുമ്പോൾ എല്ലാവരും ആ പെർട്ടിക്കുലർ വ്യക്തി പോയി കഴിയുമ്പോൾ ഞാൻ എല്ലാ ഡസ്റ്റ്ബിന്നും, അത് ഞാൻ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, എല്ലാ ഡസ്റ്റ്ബിനും, ഒരുപക്ഷെ അവിടെ ഹോംലെസ്സുകൾ പോലും ചെയ്യില്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഹോംലെസ്സുകളെ ചെയ്യുള്ളൂ, അവരും ചെയ്തോളുന്നില്ല. എല്ലാ ഡസ്റ്റ്ബിന്നും പൊക്കി നോക്കി, എല്ലാ വേസ്റ്റും അതിലുണ്ടാവും, അവരെല്ലാവരും കാണുന്നുണ്ടാവും. ഈ ഡസ്റ്റ്ബിനൊക്കെ പൊക്കി നോക്കി ഇതിൽ നിന്ന് പത്രമില്ല, ഒരു പത്രം എനിക്ക് കിട്ടാറുണ്ട്, ഇതെടുത്ത് അതിൽ ചെളിയൊക്കെ കളഞ്ഞ് അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു നാണക്കേടാണ്. പക്ഷെ അതിനേക്കാളും വലുത് അത് മറ്റുള്ളവരെന്ത് ചെയ്യും ചിന്തയേക്കാളപ്പുറത്ത് എൻ്റെ ദൈവം എന്നെപ്പറ്റി ചിന്തിക്കും. ഞാനത് വിചാരിക്കാറുള്ളൂ. എനിക്ക് വളരെ അഭിഷേകമുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് സന്തോഷമാണ്. അത് ഇത്ര നാണം കെട്ട് അച്ഛൻ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഡീ പ്രൊമോഷനാണ്, അതെല്ലാവരും മുന്നിൽ നാണം കെട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അഭിഷേകമാണ്. ഞാനത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതാണ് അവിടെ അത് വരെ അവസാനിക്കും. അതായത് ഞാൻ പോകുന്ന ഒരു പത്രം പോലും വേസ്റ്റ് ആവരുത്, അതൊരാളെ നിത്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വാതിലാണ്. അങ്ങനെയാണ് ഞാൻ കൃപാസനപത്രം കാണുന്നത്. അപ്പോൾ അത് വേസ്റ്റ് എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. വലിയൊരു കൃപയുടെ നേർസാക്ഷ്യമാണത്. വീണ്ടും കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് ഈ മകൾ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ഫുഡ് ബാങ്കിൽ അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ ഈശോയുടെ പേരിൽ, ഈശോയുടെ നാമത്തിൽ എനിക്ക് തന്നെ ചെയ്യണം. ഞാൻ ഈശോയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോംലെസ് ആയിട്ടുള്ള, ഭക്ഷണമില്ലാത്ത ആൾക്കാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് ഞാൻ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. വിഷമിക്കുന്ന ആര് വന്നാലും എൻ്റെ കയ്യിലുള്ള എന്തും ഞാൻ അവർക്ക് കൊടുക്കും. ഇങ്ങനെ വലിയ ദൈവിക തീക്ഷ്ണതയാൽ എരിഞ്ഞുകൊണ്ടാണ് ഈ മകള് മരിയൻ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇത് മത്തായി 5:16 തിരുവചനമാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം, ക്രിസ്തുവാകുന്ന നിങ്ങളിൽ വസിക്കുന്ന വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു ശക്തമായ വചനമാണ് മത്തായി 5:16. ഞാൻ എൻ്റെ പ്രൊഫഷൻ ഡേയിൽ തിരഞ്ഞെടുത്ത എൻ്റെ ആപ്തവാക്യം എന്നുള്ളത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം തിരുവചനമാണ്. ഈ ഒരു മത്തായി 5:16 തിരുവചനമായിട്ട് സാമ്യമുള്ള വലിയൊരു തിരുവചന ഭാഗമാണ്. അതായത് ദൈവം എപ്പോഴാണ് തൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയിലോട്ട് അയക്കുന്നത്, ആ വ്യക്തിക്ക് എന്തിനാണ് ആത്മാവിനെ നൽകുന്നത്, അതാണ് ഈ ഒരു തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. വചനം ഇപ്രകാരമാണ്: അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളുടെയും ലോകത്തിലുള്ള ഒരു പ്രേക്ഷിത ദൗത്യം ഇതാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനം കാരിസത്തിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു കോൺസക്രേഷൻ അഭിയുവിൻ്റെ പിതാവ് നൽകിയത്. ഓരോ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളും ഈ ഒരു ദൈവവിളിയിലോട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ മരിയൻ ഉടമ്പടിയാകുന്ന ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുക്കുന്ന ഈ വലിയൊരു പ്രതിജ്ഞ, അത് ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിന് കൈമാറാനുള്ളതാണ്. അത് വൃത്തിയായി ചെയ്യുന്ന ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വൻ കാര്യങ്ങളാണ്, ശക്തനായവൻ്റെ വൻ കാര്യങ്ങളാണ് ചെയ്തത്, നടപ്പിൽ വരുത്തിയത്. ഈ മകള് സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: കൃപാസനം എന്നുള്ളത് എനിക്കൊരു PR കിട്ടാനോ എൻ്റെ ഈ അനീത്തിക്കൊരു കുഞ്ഞിനെ കിട്ടാനോ ഞാൻ വന്ന ഒരു സ്ഥലമല്ല. എന്നെ ദൈവ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ച ഒരു ഇടമാണ് കൃപാസനം എന്നുള്ളത്. കൃപാസനം എന്നുള്ളത് എൻ്റെ ഭൂമിയിലെ സ്വർഗമാണ്. മൂന്നാമതായിട്ട് ഈ മകൾ പറയുന്ന പ്രകാരമാണ് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ വർഷവും കാനഡയിൽ ഇവരായിരിക്കുന്ന സ്ഥലത്ത് 12 കിലോമീറ്റർ വീതം നടന്ന് ഇവർ ജപമാല റാലി നടത്തും. അത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ടാണ് ഒരുപാട് മക്കളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പത്രത്തിലും ഇവരുടെ സ്വന്തം കോണ്ടാക്റ്റ് നമ്പർ എഴുതി വെക്കുന്നത് മൂലം ഒരുപാട് മക്കളാണ് ഇവരെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നത്. ഈ മക്കളുടെ എല്ലാം വിഷയങ്ങളെ ഈ ജപമാലയിൽ റാലിയിൽ നിയോഗം വെച്ചുകൊണ്ടാണ് ഈ 12 കിലോമീറ്റർ ഇവർ ജപമാല ചൊല്ലി റാലി നടത്തുന്നത്. ഇപ്രകാരം വിശേഷവിധിയായി ചെയ്തപ്പോൾ ഇവർക്ക് കാനഡയിൽ പെർമനൻറ്റ് PR തന്നാണ് ദൈവമാതാവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കും. യാതൊരു സാധ്യതയില്ലായിരുന്നിട്ടും യാതൊരു മെറിറ്റ് ഇല്ലായിരുന്നിട്ടും ഈ സഹോദരി പറയുന്നുണ്ട്, അതായത് IELTS പാസ്സാകുന്നതടക്കമുള്ള കടമ്പകൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ട് പോലും
തക്ക സമയത്താണ് ദൈവമാതാവ് ഓരോരോ തടസ്സങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവരെ സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തിയത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരുപാട് ചിന്തകളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കൃപാസനത്തിൽ വന്ന് മരിയൻ തപസ് കൂടുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണത്. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും. അതിനച്ഛൻ പറയുന്ന വലിയൊരു വചനഭാഗം ഇതാണ്, മത്തായി 6:33. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. അപ്പോൾ ഈ ചേർത്ത് നൽകപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ മരിയൻ ഉടമ്പടിയിൽ നാളിതുവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എല്ലാ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇതുവരെ ഒരു ദൈവിക തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നടപടി ഇതാണ്. ദൈവിക പുണ്യങ്ങൾ കൂട്ടിക്കൊണ്ട് മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കാണാൻ വേണ്ടിയിട്ട് ഒരു മകള് കുറച്ച് ദൂരെ നിന്നാണ്, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എന്നുള്ളൊരു വിഷയമായിട്ടാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ ഞാൻ ആ മകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്രകാരമാണ്. ആ മകളുടെ തടസ്സം ഇതാണ്, ദൈവസ്നേഹത്തോടെ അല്ല ആ മകള് ഈ ഉടമ്പടി നിബന്ധനകൾ ചെയ്യുന്നത്. അതായത് കൊളോസ്യൻസ് 3:10 തിരുവചനം അനുസരിച്ച് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒത്തവിധം നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ സൃഷ്ടിയാകാനുള്ളൊരു വിളിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നുള്ളത്. ഈ മകളോ സാക്ഷ്യത്തിൽ അത് പറയുന്നുണ്ട്. TG എന്ന സഹോദരി ഹസ്ബൻഡ് ഇതേപോലെ ഒരു വ്യക്തിയുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ആളാണ്, ആ ഒരു യോഗ്യതയാൽ ഈ മകൾ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ് എൻ്റെ ഹസ്ബൻഡ് എല്ലാ തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഹസ്ബൻഡ് ചെന്ന് ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കണം. ആ മകളുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഈ ഹസ്ബൻഡ് തന്നെ ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇപ്രകാരം നമ്മളെ എളിമപ്പെടുത്താൻ ദൈവപിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിനെ ദൈവം യെശയ്യാ 42:7 അനുസരിച്ച് വലിയ ദൗത്യങ്ങൾക്ക് വേണ്ടി നമ്മളെ നിയോഗിക്കുന്നത് ഈ ഒരു ദാസൻ ദാസി എന്ന പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോഴാണ്. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് തുടർന്നുള്ള വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും, അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല, തെരുവീതികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യെശയ്യാ 42:7 ദൗത്യവും. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളുടെയും ദൗത്യവും ഇതുതന്നെയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഈശോയെ, ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിൽ കൈമാറുവാൻ, ഈ കാലഘട്ടത്തിൽ നിൻ്റെ കൈയും കാലുമായിട്ട് പ്രവർത്തിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെ പ്രത്യേകമായിട്ട് നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അന്ധകാരത്തിലിരിക്കുന്നവരെ മോചിപ്പിക്കുന്നതിനും, അന്തർക്ക് കാഴ്ച നൽകുന്നതിനും, ഇരുട്ടറയിലായിരിക്കുന്നവർക്ക് വെളിച്ചം നൽകുന്നതിനും, ബന്ധനത്തിലായിരിക്കുന്നവർക്ക് മോചനം നൽകുവാനും ഇക്കാലഘട്ടത്തിൽ മരിയൻ ഉടമ്പടി വഴി ഞങ്ങളെയും ഈശോയെ നിൻ്റെ പ്രകാശമായി പ്രശോഭിക്കുവാൻ, ഈശോയെ അവരുടെ മുമ്പിൽ ക്രിസ്തു പ്രകാശം കൈമാറുവാൻ ഈ ശുശ്രൂഷയിലൂടെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.